ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു വൂഫറിന്റെ കൂടെ ഒരു ട്യൂട്ടർ കൊടുക്കുമ്പോൾ ഓംസ് വ്യത്യാസം വരുന്നു. അതായത് ഒരു 4 ohms ട്യൂട്ടറിന്റെ കൂടെ ഒരു 8 ohmsോ 4 ohmsോ ട്യൂട്ടർ കൊടുക്കുകയാണെങ്കിൽ ഓംസ് എത്ര വരും? അപ്പൊ ഓംസ് കൂടോ കുറയോ എന്നുള്ളതാണ് നമ്മളുടെ കുറെ പേരുടെ സംശയം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 20 വാട്ട് ട്യൂട്ടറും 40 വാട്ട് 4 ohms വൂഫറും കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടെ പാരലൽ ചെയ്ത് കൊടുത്താൽ 4 ohms ട്യൂട്ടറും 4 ohms വൂഫറും കൂടി എത്ര ഓംസ് ആവും? അപ്പൊ അത് സീരീസ് കണക്ട് ചെയ്താൽ എത്രയാവും, പാരലൽ കണക്ട് ചെയ്താൽ എത്രയാവും? അങ്ങനെയുള്ള പല പല സംശയങ്ങളായിട്ടാണ് നമ്മുടെ വാട്സപ്പിലും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു. അപ്പൊ അത് എത്ര ഓംസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാം കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഓംസ് മനസ്സിലാവും. അപ്പൊ എന്റെ കയ്യിൽ ഒരു സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 20 വാട്ട് 4 ohms വൂഫർ ഉണ്ട്. പിന്നെ ഒരു സാധാ ഡയഫ്രം ട്യൂട്ടർ. ഇത് ഒരു മോസ്ഫെറ്റ് ബോർഡിൽ കൊടുത്തിട്ട് പണിയായി കിടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് ഒരു സോണി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ട്യൂട്ടറാണ്. ഇത് മാഗ്നറ്റ് ഉള്ള കോയിൽ ടൈപ്പ് ട്യൂട്ടറാണ്. ഇത് 8 ohms ട്യൂട്ടറാണ്. അപ്പൊ നമ്മൾ ഇത് മൂന്നും വെച്ചിട്ട് നമ്മളുടെ ഒരു സാധാരണ 2030 ICയിൽ കൊടുത്തിട്ട് ഇതിൽ എങ്ങനെ ഓംസ് വരുന്നു, എങ്ങനെ സൗണ്ട് വ്യത്യാസം വരുന്നു, അതൊന്ന് നോക്കാം. അപ്പൊ ഈ 4 ohms 20 വാട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 200 ohmsൽ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് 4.2 അതായത് 4 ohms തന്നെ. അപ്പൊ അതൊക്കെ. ഇനി ഈ ട്യൂട്ടറാണല്ലോ, ഇത് ഞാൻ പറഞ്ഞ സോണി ട്യൂട്ടറാണ്. സോണി കമ്പനിയുടെ വരുന്ന ഒരു തരം ട്യൂട്ടറാണ്. അപ്പൊ അത് എനിക്ക് വേറൊരു വകുപ്പിൽ കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ഓംസ് നോക്കുകയാണെങ്കിൽ 7.7 അതായത് 8 ohms ട്യൂട്ടറാണിത്. പിന്നെ ഒന്നുള്ളത് ഡയഫ്രം, നമ്മൾ ലോക്കൽ ടൈപ്പ് ട്യൂട്ടറാണ്. നമ്മൾ 50 രൂപ 100 രൂപ കൊടുത്താൽ കിട്ടുന്ന ടൈപ്പ് ട്യൂട്ടറാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതും 4 ohms ആണ് ഇതിന്റെ ഓംസ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതും കൂടി പാരലൽ ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ അടക്കം, ഇതിലൊരു കപ്പാസിറ്റർ ഉണ്ട്, ഫിൽട്ടർ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ അടക്കം പാരലൽ ചെയ്തിട്ട് ഇതിൽ എത്ര ഓംസ് വരുന്നുണ്ട് നോക്കാം. അപ്പൊ അങ്ങനെ ജോയിന്റ് ചെയ്ത് നോക്കുമ്പോൾ 4 ohms തന്നെ കിട്ടുന്നത്. കാരണം നമ്മളുടെ ഈ ഫിൽട്ടർ കപ്പാസിറ്ററിൽ കൂടി DC പവർ പാസ് ചെയ്യില്ല. അതായത് ഈ ഓംസ് ഇവിടെ മെഷർ ആവില്ല. ഇതിന് വേറൊരു സയന്റിഫിക് ആയ ഒരു കുറച്ച് കാരണങ്ങളുണ്ട്, അത് പറയാൻ. അത് ഈ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ കപ്പാസിറ്റർ സെലക്ഷനെ പറ്റി പറയുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കണക്ഷൻ മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി 4 ohms 8 ohms ട്യൂട്ടറും 4 ohms വൂഫറും നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് 2.7. അതായത് ഇതും കൂടി പാരലൽ ചെയ്യുമ്പോൾ അതിന്റെ അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞാ വരാം. ഇപ്പൊ ഓംസിന്റെ വ്യത്യാസം ഈ ഡയറക്റ്റ് കോയിലിൽ കയറുമ്പോഴും കപ്പാസിറ്റർ കൂടെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഡയഫ്രം ട്യൂട്ടർ സാധാരണ നമ്മളുടെ ഈ ട്യൂട്ടർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കണക്ഷൻ മാറ്റി ഈ ട്യൂട്ടറിലേക്കും ഈ വൂഫറിലേക്കും പാരലൽ ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ 2.2 2.3 ohms, അതായത് ഇതും 4 ഇതും 4. അപ്പോൾ ആ 2. ohms നമുക്ക് കാണിക്കുള്ളൂ. ഇതിലായാലും നമ്മൾ ഈ കപ്പാസിറ്റർ കൂടി കൊടുക്കുമ്പോൾ ഇതിലും ആ 4 ohms വൂഫർ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അതായത് ഇംപിഡൻസ് റീഡ് ചെയ്യുന്നത് ഇതിനകത്ത് 4 ohms മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ സാധാരണ ഓംസിലോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത് ഈ കോയിൽ വഴിയാവുമ്പോൾ അല്ലാതെ ഇതിന്റെ റെസിസ്റ്റൻസിനോ ഇംപിഡൻസിനോ ഒരു മാറ്റവും വരുന്നില്ല. അത് ഈ ട്യൂട്ടറിലായാലും ഇതിന്റെ കോയിലിലേക്ക് ഹൈ ഫ്രീക്വൻസി കടന്നു നിന്നിട്ടാണ്. ലോ ഫ്രീക്വൻസിയും മിഡ് ഫ്രീക്വൻസിയും ഒന്നും ഇതിലേക്ക് ചെല്ലാറില്ല. നമ്മൾ അങ്ങനെ ഫിൽട്ടർ ചെയ്താൽ കൊടുക്കുന്നത്. ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഡയഫ്രമൊക്കെ കത്തി പൊട്ടി പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഇത് അടിച്ചു പോകുന്നത്. ഇതിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ കോയിലും മാഗ്നറ്റുമാണ്. അതിനനുസരിച്ച് ഫ്രീക്വൻസി റെസ്പോൺസ് അതിനുണ്ടാവും. പിന്നെ ഒരു വഴിയുള്ളത് ഇങ്ങനെയുള്ള ക്രോസ് ഓവർ കൊടുക്കുക. അതായത് നമ്മൾ വൂഫറിന്റെ ബോക്സിനുള്ളിൽ വരുന്ന ക്രോസ് ഓവർ. ഇതൊരു 4 ohmsൽ വരുന്ന ക്രോസ് ഓവർ ആണ്. 4 ohms ഇംപിഡൻസ് വരുന്ന ക്രോസ് ഓവർ ആണ്. ഇതിലൊരു വൂഫറും ഒരു ട്യൂട്ടറും ഉണ്ട്. 2 കണക്ഷനേ ഇതിനകത്ത് ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പൊ ഇതിൽ ക്രോസ് ഓവർ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് ബോസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, ഇതിന് മുമ്പ് ഞാൻ മറ്റു വീഡിയോകളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് 55 watts RMS, അതായത് കണ്ടിന്യൂസ് പവർ 55 watts ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് RMS എന്ന് ഉദ്ദേശിക്കുന്നത്. 150 watts മാക്സിമം, അതാണ് ഇതിന്റെ റേറ്റിംഗ്. ഇത് ഇംപിഡൻസ് 4 ohms എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ നെറ്റ്വർക്ക് വാങ്ങി കിട്ടുന്നു. ഇത് നെറ്റ്വർക്ക് എന്നും ക്രോസ് ഓവർ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് സാധനം. അപ്പൊ ഇംപിഡൻസ് 4 ohms എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 4 ohms ഇംപിഡൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോക്കൽ ബ്രാൻഡുകളൊന്നും വാങ്ങിക്കിട്ടില്ല. നമ്മൾ വാങ്ങാൻ കിട്ടുന്ന നെറ്റ്വർക്കോ ക്രോസ് ഓവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമുക്ക് ചിലപ്പോഴും പലപ്പോഴും നമ്മളെ വൂഫറിലൊക്കെ ചിലപ്പം ചില ഫ്രീക്വൻസി കിട്ടാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓംസിന് കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അതിന്റെ ഈ തിയറിക്കൽ ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇനി പറയാനുള്ളത് ഇത് സീരീസ് ആക്കുമ്പോൾ ഇപ്പോൾ ഈ പാരലൽ ചെയ്തില്ലേ, ഇത് സീരീസ് ആക്കി. ഇപ്പോൾ ഇത് സീരീസ് ആയിട്ടുള്ള കണക്ഷനായി മാറി. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കപ്പാസിറ്റർ അടക്കം കേട്ടോ, കപ്പാസിറ്റർ അടക്കം നമ്മൾ സീരീസ് ചെക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മീറ്ററിൽ ഇവിടെ ഒരു റീഡിങ് ഇവിടെ കാണിക്കില്ല. അതേസമയം ഇതിലും കപ്പാസിറ്ററിലും കാണിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഈ ഓംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൂഫറിന്റെ കണക്ഷൻ നോക്കുമ്പോൾ 4 ഓംസ് കാണിക്കും. പക്ഷെ സീരീസ് ആയിട്ട് കപ്പാസിറ്റർ അടക്കമുള്ള ആ സർക്യൂട്ടിൽ നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാൻ കഴിയില്ല. 4 ഓംസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്യൂട്ടറുകൾ ഫിൽട്ടർ ചെയ്ത് നെറ്റ്വർക്ക് ക്രോസ് ഓവർ വഴി കൊടുക്കുമ്പോൾ അത് പാരലൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഇത് എത്ര എണ്ണം സീരീസ് ചെയ്താലും എത്ര പാരലൽ ചെയ്താലും ട്യൂട്ടറിലേക്ക് എത്തുമ്പോൾ അത് പാരലൽ ആയിട്ട് കൊടുത്താലേ അതിലേക്ക് പവർ കിട്ടുള്ളൂ. ഇല്ലാച്ചാൽ ഈ വൂഫർ സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ വൂഫറിൽ ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി ഒക്കെ കട്ടായിട്ടുള്ള ചെറിയൊരു സൗണ്ട് മാത്രമേ ഇതിൽ കൂടെ കേൾക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതൊരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് പ്ലേ ചെയ്ത് നോക്കാം, പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും. ഇനി ഇത് ഇപ്പൊ പാരലൽ ആയിട്ട് അപ്പൊ ഒരാൾ ചോദിച്ച സംശയം എങ്ങനെയാ വെച്ചാൽ നമ്മളിത് സീരീസ് ആക്കി കൊടുത്താൽ ആംപ്ലിഫയറിന് കുഴപ്പമുണ്ടോന്ന്. ആംപ്ലിഫയറിനല്ല കുഴപ്പം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിപ്പോ ഇത് സീരീസ് ആക്കി ട്യൂട്ടറും വൂഫറും കൂടെ സീരീസ് ആയിട്ട് നമ്മൾ ചാനൽ ഇതിൽ കൊടുക്കുക. ഇനി ഞാൻ പ്ലേ ആക്കുകയാണ്. ഇപ്പൊ വേണ്ട, ഇതിലൂടെ മിഡ് ഫ്രീക്വൻസി ഇല്ല, ബാസ് ഇല്ല, അതായത് മറ്റൊന്നും കേൾക്കുന്നില്ല. ഈ ട്യൂട്ടറിന് അതേ അനുവാദമായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി മാത്രം വരിക. അപ്പൊ നമ്മൾ ട്യൂട്ടർ ഇവിടെ ഒഴിവാക്കി കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒഴിവാക്കി കൊടുക്കട്ടെ. ഉണ്ടോ ഇപ്പൊ ആ വ്യത്യാസമുണ്ടോ? അതുകൊണ്ടാണ് ട്യൂട്ടർ നെറ്റ്വർക്ക് ക്രോസ് ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കരുത് പറയാനുള്ള കാരണം. അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മളത് പാരലൽ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വ്യത്യാസമുണ്ടല്ലോ. ഇനിയൊരു കാര്യം പറയാനുള്ളത് വാട്ട്സിനെ പറ്റിയാണ്. വാട്ട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ കഴിയൂല. അതായത് ഇതിപ്പോ 20 വാട്ട് വൂഫറാണ്. നമ്മൾക്കുള്ളത് 20 വാട്ട് ആംപ്ലിഫയർ, അതായത് 4 ഓംസ് 20 വാട്ട് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ശരിക്കും അതിന്റെ ഒരു നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ എടുക്കേണ്ടത് നമുക്ക് 3-4 തരത്തിലെടുക്കാം. അതായത് ഒരു 15 വാട്ട് വൂഫറും 5 വാട്ട്സ് ട്യൂട്ടറും ഇടാം. 15 വാട്ട് വൂഫർ 5 വാട്ട്സ് ട്യൂട്ടർ, അതല്ലെങ്കിൽ 18 വാട്ട്സ് വൂഫർ 2 വാട്ട്സ് ട്യൂട്ടർ. ഇങ്ങനെയാണ് ശരിക്കും ആ ഔട്ട്പുട്ട് വാട്ട്സ് മാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 100 വാട്ട് ആംപ്ലിഫയർ ആണെന്ന് വിചാരിക്കുക. 100 വാട്ട് ആംപ്ലിഫയറിന് നമ്മളിപ്പോൾ 90 അല്ലെങ്കിൽ 80 വാട്ട് വൂഫറും 20 വാട്ട് ട്യൂട്ടറും ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കോമ്പിനേഷൻ എന്തെങ്കിലും ഒരു എററായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കാരണം ഇത് തെളിയിക്കാനുള്ള ഒരുപാട് പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. അതായത് ഇപ്പൊ ചെറിയ ഒരു സാധാരണ ഇങ്ങനത്തെ ഒരു ബോക്സ് ആണെങ്കിൽ ഒരു സാറ്റലൈറ്റ് മോഡൽ ചെറിയ ബോക്സ് ഇതാണെങ്കിൽ ഇതിപ്പോ ഒരു ബ്രാൻഡഡ് സാധനം നിങ്ങൾ അയച്ചു നോക്കുകയാണെങ്കിൽ ഇതിൽ 20 വാട്ടല്ല ഉണ്ടാവുക. നമുക്ക് ഇതിൽ ഒരു 16 വാട്ടും ഒരു 4 വാട്ട് ട്യൂട്ടറും ഉണ്ടാവും. ട്യൂട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കാവുന്നില്ല, ഡയഫ്രം ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. കാരണം 4 വാട്ട് അത് കൺസ്യൂം ചെയ്യും, 18 വാട്ടിന്റെ ബാക്കിയുള്ള 4 വാട്ട് കൺസ്യൂം ചെയ്യും. ഈ 4 ഓംസ് ഇങ്ങനെ തന്നെ കൊടുത്താലും കുഴപ്പമില്ല, ട്യൂട്ടർ ഡയഫ്രം ടൈപ്പ് ആണെങ്കിൽ. കാരണം അതിന് ഓംസ് വരുന്നില്ല. ഇങ്ങനെയുള്ളതിന് ഓംസ് വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഫിൽറ്ററിങ് കൂടെ വരുമ്പോൾ നമുക്ക് ആ ഓംസിന് ഇങ്ങനെയല്ല പറയുന്നത്. അതാ പറഞ്ഞാൽ അത് മറ്റൊരു വീഡിയോ ആണ്. അത് മറ്റൊരു തരത്തിൽ തന്നെ പറയണം. അത് ഇതായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ വീഡിയോ ഒരു 25-30 മിനിറ്റ് പോകും. ഇപ്പൊ തൽക്കാലം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാട്ട്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ചെറിയ ഹിന്റാണ് ഇപ്പോൾ ഞാൻ തന്നെ. അതേപോലെ തന്നെ നമുക്ക് പാരലായിട്ട് ട്യൂട്ടർ കണക്ട് ചെയ്താൽ വർക്കിംഗ് കിട്ടുള്ളൂ. ട്യൂട്ടർ ക്രോസ് ഓവർ ഇല്ലാതെ നമുക്ക് കൊടുത്താൽ ആ ഹൈ ഫ്രീക്വൻസി അല്ലാതെ മറ്റ് ഫ്രീക്വൻസികൾ കയറി വന്നിട്ട് ട്യൂട്ടർ കേടാവാനും വർക്കിംഗ് ക്ലാരിറ്റി ഇല്ലാതെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡയഫ്രം ടൈപ്പ് സാധാരണ ഇങ്ങനത്തെ ഡയഫ്രം ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഫിൽറ്റർ ഇട്ടില്ല, കപ്പാസിറ്റർ ഫിൽറ്റർ ഒന്നും ഇട്ടില്ലെങ്കിൽ, ക്രോസ് ഓവർ ഒന്നും ഇല്ലെങ്കിൽ 100% ഈ സാധനം ഉരുകിപ്പോകും.
അപ്പൊ സംശയം ഇനി ഒരുപാട് ബാക്കി നിൽക്കുകയാണ് വാട്സിന്റെ കാര്യത്തിലും മറ്റൊക്കെ. അപ്പൊ ഇതിന്റെ പേരിലുള്ള ബാക്കി സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനു വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.